മോഡേൺ ഡേ ഫുട്ബോളിൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു ഫോൾസ് നയൻ എന്ന രീതിയിലാണ് പെപ്പിൻ്റെയൊക്കെ ടീമിൽ സ്ട്രൈക്കർ കളിച്ചുകൊണ്ടിരുന്നത്. അത് സ്ട്രൈക്കർ പിറകോട്ട് ഇറങ്ങി വരികയും ബോൾ റിസീവ് ചെയ്ത് വിങ്ങേഴ്സിനെ കളിയിലേക്ക് ഇൻവോൾവ് ചെയ്ത്, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ ബയൺ മ്യൂണിക്കിലെ ഹാരി കെയ്നാണ് ഇപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്നത്. ഹാരി കെയ്ൻ മുമ്പ് സ്പേഴ്സിൽ കളിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കൊല്ലവും ഗോളടി സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ മുൻപന്തിയിൽ ഉണ്ടാവുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അതിനേക്കാൾ ഒരുപാട് മുകളിലായിരുന്നു. സ്ഥിരമായി മിഡ്ഫീൽഡിൽ ഇറങ്ങി വരിക, ടീമിനെ ഹെൽപ്പ് ചെയ്യുക, ഒരു ലിങ്ക് പ്ലേ ഒക്കെ ആദ്യമേ ഒരുപാട് വർഷമായിട്ട് ഹാരി കെയ്നാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ. ഇപ്പം നമ്മൾ മറ്റു ലോകത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ ലെവൻഡോസ്കിക്ക് ശേഷം ഒരു പക്ഷേ ഇപ്പോഴത്തെ ലോകത്ത് ഏറ്റവും നല്ല സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്നത് ഹാരി കെയ്നായിരിക്കും. ഈ ഹാലൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫിനിഷറിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഫോർവേഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടന്നൊരു വർഷമാണ് ഈ വർഷം. കാരണം കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഹാലൻഡ് ഒരു ലിങ്ക് പ്ലേ എന്നതിലൊക്കെ ഉപരി ഒരു പ്രോപ്പർ ഫിനിഷറായിരുന്നു. അത് മറ്റ് പലർക്കും ചെയ്യാൻ പറ്റാത്ത ഫിനിഷുകൾ, ഹെഡ് കൊണ്ടായാലും കാലുകൊണ്ടായാലും ഇടത്തെ കാലായാലും വലത്തെ കാലായാലും. പക്ഷേ ഇപ്പം KDBനെ പോലെ അല്ലെങ്കിൽ ബെർണാഡോ സിൽവനെ പോലെ മിഡ്ഫീൽഡേഴ്സ് ഉള്ളപ്പോൾ പുള്ളി കൂടുതലും ഫ്രണ്ടിൽ ബോൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയും ചാൻസ് കിട്ടിയ ഹാഫ് ചാൻസുകൾ വരെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഹാലൻഡിൻ്റെ സ്റ്റൈല് നന്നായി മാറിയിട്ടുണ്ട്. ഹാലൻഡ് കൂടുതൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കറിലേക്ക് ഹാലൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എംബാപ്പെ നമുക്കറിയാം, എംബാപ്പെ വളരെ ചെറിയ പ്രായം തൊട്ടേ എംബാപ്പെ ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് വന്ന ആളല്ല. ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് അടിക്കുന്ന ഇതാണ് എംബാപ്പേനെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ റിയലിൻ്റെ കഴിഞ്ഞ വർഷം മോശം സീസൺ എന്ന് പറയുമ്പോൾ എംബാപ്പേൻ്റെ ഗോൾ സ്കോറിംഗ് നോക്കിയാൽ മികച്ച സീസൺ തന്നെയാണ്. അപ്പോൾ എംബാപ്പെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഫ്രാൻസിന് വേണ്ടി കളിക്കുമ്പോഴും അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് അകത്തോട്ട് വന്ന് അങ്ങനത്തെ ഒരു ഇതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്.